blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് മോഹനൻ ആൻഡ് ഫാമിലി. ഇന്ന് മോഹനൻ എന്ന സഹോദരൻ്റെ മകൻ പ്രശാന്തിൻ്റെ ബർത്ത്ഡേ ആണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പ്രശാന്ത്. അപ്പോൾ തന്നെ കൊച്ചുമകൻ ആൽബിൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ 27-ാം തീയതിയാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ആൽബിൻ ഇൻ അഡ്വാൻസ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് മോഹനൻ എന്നീ സഹോദരനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തനിക്ക് നല്ല ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർക്കുകൾ കർത്താവ് നൽകി ഏറ്റവും അനുഗ്രഹിക്കണമേ. ഭാര്യ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും സമ്പൂർണ്ണ സൗഖ്യം കർത്താവ് നൽകണമേ. കർത്താവെ, പ്രശാന്തിൻ്റെ മേൽ ഈ ജന്മദിവസം എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുമ്പോൾ തന്നെ തൻ്റെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ പ്രബീനയ്ക്കും ഭർത്താവ് സനലിനും കുട്ടികൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അലനെയും ആൽബിനെയും കർത്താവ് എല്ലാ നിലകളിലും അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അനുഗ്രഹിക്കണമേ. ഈ കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിക്കണമേ. സകല അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ലോകം എമ്പാടുമുള്ള എല്ലാ വ്യൂവേഴ്സും ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കറുകച്ചാൽ ജനുവരി 23 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ശ്രീനികേതൻ ഓഡിറ്റോറിയം, മണിമല റോഡ്, കറുകച്ചാൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ജനുവരി 24 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, പുളിമൂട്, മാവേലിക്കര. ഈ സഹോദരൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. ഇദ്ദേഹം കുട്ടികളെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്, മ്യൂസിക് ടീച്ചറാണ്. അതെ. 2014 ജനുവരി മാസത്തിൽ തനിക്ക് അന്നനാളത്തിൽ ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ കണ്ടുപിടിക്കുകയുണ്ടായി. തൻ്റെ ജീവിതം അത്രയും നാളുണ്ടായിരുന്ന വലിയൊരു സന്തോഷം നിറഞ്ഞ ജീവിതം അന്ന് തകരുവാനിടയായിത്തീരുന്നു. സഹോദരൻ പറയുകയാണ്, ജനുവരി മുതൽ തുടർന്ന് ഇങ്ങോട്ട് കുറേയധികം ട്രീറ്റ്മെൻറ്റുകൾ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഓപ്പറേഷൻ കൂടാതെ ഒരു പക്ഷേ ഇത് സൗഖ്യമാകില്ല, ഓപ്പറേഷൻ കൊണ്ടും സംശയമാണ്, ഓപ്പറേഷൻ കൂടാതെ ഇതൊരിക്കലും മാറുകയില്ല എന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റുകൾ നടത്തി. 6 കീമോ താൻ ചെയ്തു. 6 കീമോ ചെയ്തതിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞു, ഇനി അധികം നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്കിത് ഓപ്പറേഷൻ ചെയ്യാമെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ തൻ്റെ ബ്ലഡിൽ ചില കുരുക്കൾ കണ്ടിരുന്നു. അതുകൊണ്ട് തൻ്റെ ഭാര്യയോട് ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഓപ്പറേഷനും കുറച്ച് പ്രയാസമാണ്, കാരണം ഈ കുരുക്കൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ബ്ലീഡിങ് വല്ലതും സംഭവിച്ചു പോകാം, അതുകൊണ്ട് ഓപ്പറേഷനും കുറച്ച് പ്രയാസമാണെന്ന് പറഞ്ഞു. ഇവർ ആകെ തകർന്ന് മനപ്രയാസത്തോടു കൂടി ഇവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇവർ അന്ന് മുതൽ ബ്ലെസ്സിംഗ് ടുഡേ കാണുമായിരുന്നു. ജൂൺ 23-ാം തീയതി കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അന്ന് ബ്രദർ പറഞ്ഞ് പ്രാർത്ഥിച്ച വാക്ക് ഇദ്ദേഹം വ്യക്തമായി ഓർക്കുന്നു. ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ച ഒരു രോഗി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആ രോഗി ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകുന്നു എന്ന് വ്യക്തമായി ബ്രദർ പറഞ്ഞു. ജൂൺ 23 അദ്ദേഹം പറയുക, തൻ്റെ ഉള്ളിൽ അത് വലിയൊരു ആശ്വാസമായിരുന്നു. അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഇത് ഞാൻ തന്നെയാണെന്ന്. അദ്ദേഹം പൂർണ്ണ വിശ്വാസത്തോടു കൂടി കഴിഞ്ഞ കീമോ എല്ലാം കഴിഞ്ഞ് ഒരു CT സ്കാനും കൂടിയും ചെയ്തു. അതിൻ്റെ റിസൾട്ടുമായിട്ട് ഡോക്ടറിൻ്റെ അടുക്കൽ പോവുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവർ പോകുന്നത്, ജൂൺ 21 ശേഷം. ഈ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാ, ഡോക്ടർ അത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞിരിക്കുന്നു, ഇതൊരു അത്ഭുതമാണ്, ഓപ്പറേഷൻ കൂടാതെ, ഡോക്ടർ പറയുന്ന വാക്കാ, ഇതൊരു അത്ഭുതമാണ്,
ഓപ്പറേഷൻ കൂടാതെ ഇങ്ങനെ സൗഖ്യമായിട്ടില്ല ആരും. താങ്കൾ പൂർണ്ണമായും സൗഖ്യമായി. ഇനി എന്ത് ജോലിക്ക് വേണമെങ്കിലും പൊക്കോളോ. ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? എങ്ങനെയുണ്ട് ഇപ്പോൾ ശരീരത്തിന്? കഴിഞ്ഞ വർഷത്തെ സമയത്താണ് എനിക്ക് അസുഖം ഉണ്ടാകുന്നത്. ഓക്കെ. ജനുവരി 17 ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് യേശുവിലാണ് വിശ്വാസം, എങ്കിൽ പോലും പള്ളിയിലൊന്നും പോകാറില്ലായിരുന്നു. അപ്പോൾ ആ ടൈം തൊട്ട് ഞങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേ കാണുമായിരുന്നു. എൻ്റെ വൈഫാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, നമുക്ക് കാണണം. അങ്ങനെ എന്നും രാവിലെ ഞങ്ങളിത് കാണും. അപ്പം എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. എങ്കിൽ പോലും അതിനേക്കായി വളരെ വലുതായിരുന്നു ബ്രദറിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആശ്വാസം. അങ്ങനെ എൻ്റെ മനസ്സിനെ തന്നെ ഞാൻ തളരാതെ പാകപ്പെടുത്തി. അങ്ങനെ 3 കീമോ എടുത്തു. 3 കീമോ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു, CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. CT സ്കാൻ. അപ്പം അന്ന് ഞാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ സ്വപ്നം കണ്ടു, യേശുപ്പച്ചൻ വന്ന് പറഞ്ഞു അച്ചാച്ചൻ്റെ അസുഖം ഭേദമാക്കിയിരിക്കുന്നു. ഓ, മോള് കണ്ടു. അങ്ങനെ ഞങ്ങളവിടെ ചെല്ലുന്നു. CT സ്കാൻ എടുത്തു നോക്കിയപ്പോഴാണ് രക്തധമനിക്ക് ചുറ്റും 3-4 കുരുക്കളുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഓപ്പറേഷൻ പറ്റില്ല. ഓക്കെ. മെയ് 1 ഓപ്പറേഷൻ ഡേറ്റ് എടുത്തു. അന്ന് ഞങ്ങൾ അവിടെ ചെന്നു. ഞാനും വൈഫും കൂടെ ചെന്നപ്പം സർജറിയിലെ ഡോക്ടറെ ഞങ്ങളെ വിളിച്ചു, ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ഫസ്റ്റ് കീമോ കഴിഞ്ഞപ്പോൾ തന്നെ ആഹാരം കഴിക്കുന്ന ബുദ്ധിമുട്ട് മാറി. എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ ഓപ്പറേഷൻ വേണ്ട, ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കൂ. അങ്ങനെയാണ് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, 3/4 ഭാഗത്തോളം ഭേദമായി. 3 കീമോയുടെ കണ്ടിന്യൂ ചെയ്യൂ. അങ്ങനെ 6 കീമോ ചെയ്തു. ലാസ്റ്റ് ഞങ്ങൾ അതിൻ്റെ റിസൾട്ടാണ് 22-ാം തീയതി സ്കാൻ ചെയ്യുന്നു, 23-ാം തീയതി റിസൾട്ട് കിട്ടുകയാണ്. അപ്പം ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ 6ാമത്തെ കീമോയ്ക്ക് ഇനി എന്താണ്? ഇനിയാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. സർജറി ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പം ഞങ്ങൾ റിസൾട്ടുമായിട്ട് പോകാനായിട്ട് രാവിലെ ഇരിക്കുമ്പോഴാണ് ബ്ലെസ്സിംഗ് ടുഡേ കാണുന്നു. അപ്പോൾ ബ്രദർ പറയുകയാണ്, ഞാൻ കട്ടിൽ കിടക്കുക, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കുമെന്ന്. ഇത് കേട്ടോണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഞാൻ TV എടുത്ത് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ രോഗിക്ക് ഇന്ന് ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും, ഡോക്ടർ പറയും. ഇത് കേട്ടോണ്ടാണ് ഞങ്ങൾ ക്യാൻസർ സെൻ്ററിലേക്ക് പോകുന്നത്. ഓക്കെ. ഇതിനിടയ്ക്ക് എൻ്റെ വൈഫ് സ്വപ്നത്തിൽ കണ്ടു, ഡോക്ടർ പറയുന്നു അനിലിൻ്റെ വിടുതൽ ഒരു അത്ഭുതമായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്നറിയോ, ഈ റിപ്പോർട്ടെല്ലാം എടുത്ത് നോക്കിയപ്പോൾ ഞങ്ങൾ കരുതി ഇനി ഓപ്പറേഷനൊക്കെ വേണ്ടി വരും, ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. കുറേ നേരം അതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു അനിൽ ഇനി RCCയിലേക്ക് വരണ്ട. അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെല്ലണ്ട, അവിടെ നിന്ന് പുറത്താക്കി. അനിലിൻ്റെ രോഗം പൂർണ്ണമായിട്ടും ഭേദമായി. ഞങ്ങൾ ഡോക്ടറെ മെഡിസിൻ വല്ലതും കഴിക്കണോ? മെഡിസിൻ കഴിച്ചത് പോരെ, ഇനിയും വേണമെന്നാണ് ചോദിച്ചത്. ഇത്രയും കഴിച്ചത് പോരാ, ഇനിയും വേണോ? സാറേ ചെക്കപ്പിന് വരണോ? ചെക്കപ്പിനും വരണ്ട. അനിലിന് എന്ത് ജോലിക്കും പോകാം, ഏത് ജോലിക്ക് വേണമെങ്കിലും പോകാം. കൈകൾ ശക്തിയോടെ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാൽ. ഇത് കേട്ടിട്ട് അകത്ത് വിശ്വാസം വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ചോ. കർത്താവേ, അനിൽകുമാറിന് വേണ്ടി പ്രവർത്തിച്ച അതേ യേശുവിൻ്റെ കരം ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയും. ഉയർത്തപ്പെട്ട കരങ്ങളിൽ കർത്താവ് നിൻ്റെ കൈ കൂടെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ആയിരക്കണക്കിന് രോഗികൾ സൗഖ്യമാകട്ടെ. ആയിരക്കണക്കിന് പേർ യേശു സൗഖ്യം നൽകുന്നവനാണ്, സ്നേഹമുള്ളവനാണ്, നല്ലവനാണെന്ന് പറയാൻ 1000 നാവോടെ എഴുന്നേൽക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. അനിൽകുമാറിനെ അനുഗ്രഹിക്കുന്നു. അന്ത്യം വരെ യേശുവിൻ്റെ സാക്ഷിയായി കർത്താവിന് വേണ്ടി നിൽക്കാൻ തന്നെ ഇപ്പോൾ ഞങ്ങൾ നിയമിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അദ്ദേഹത്തിന് ഈ അന്നനാളത്തിന് ക്യാൻസർ വന്ന ആളാണ്. പക്ഷേ കർത്താവ് സൗഖ്യം. 2 പേര് പാട്ട് പാടണമെന്ന് പറഞ്ഞു. കേൾക്കാമോ? 2 പേര്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. How to handle challenges in life. ജീവിതത്തിലെ വെല്ലുവിളികളെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഇത് പറയുന്ന സമയത്ത്
ശ്രദ്ധ മുഴുവൻ, 2 കാതുകൾ ഇവിടെ ശ്രദ്ധിക്കണം. കൈകൊണ്ട് എഴുതണം, വായ് കൊണ്ട് വിശ്വാസത്തെ ഏറ്റുപറയുകയും ചെയ്യണം. ഒന്നാമതായി പ്രശ്നങ്ങളെ നേരിടുവാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് നോളജ് എബൌട്ട് ഗോഡ്, നോളജ് ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ഒത്തിരി പേർക്കും ദൈവത്തെക്കുറിച്ച് അറിവില്ല. ദൈവം എങ്ങനെയുള്ളവനാണ്, അഥവാ ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ ദൈവം എന്നെ സ്വീകരിക്കുമോ, ദൈവത്തിൻ്റെ നേച്ചർ എന്താണ്, ദൈവത്തിൻ്റെ മൂഡ് എന്താണ്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലേണ്ടത്, മുട്ടുകുത്തി പ്രാർത്ഥിക്കണോ, ഉറക്കെ പ്രാർത്ഥിക്കണോ, മനസ്സിൽ പ്രാർത്ഥിക്കണോ, കൈകൂപ്പി പ്രാർത്ഥിക്കണോ, കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണോ? ഒത്തിരി പേർക്ക് കൺഫ്യൂഷനാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പരിഹാരമാണ് നോ മോർ എബൌട്ട് ഗോഡ്. ദൈവത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയണം. എങ്ങനെയാണ് ദൈവത്തെ കൂടുതൽ അറിയാൻ കഴിയുന്നത്? നമ്പർ 1, ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ ദൈവത്തെ മനസ്സിലാകുന്നത്. ദൈവത്തിൻ്റെ വചനം ഏതാണ്? ബൈബിൾ. അതുകൊണ്ട് കയ്യിൽ ബൈബിൾ ഉള്ളവർ ഒന്ന് കൈ ഉയർത്തി കാണിക്കാം. ഇപ്പോഴല്ല, വീട്ടിലെങ്കിലും ഉണ്ടെങ്കിൽ, സ്വന്തമായി വീട്ടിലൊരു ബൈബിളുണ്ട്. ഇത്രയും പേർ ഭാഗ്യവാന്മാരാണ്. ഒരു കാലത്ത് ബൈബിൾ എന്ന് പറയുന്നത് കിട്ടാനില്ലായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കറിയാം, ഞങ്ങളുടെ വീട്ടിലൊരു ബൈബിൾ ഉണ്ടായിരുന്നില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് 5 രൂപ കൊടുത്ത് ഒരു സ്ഥലത്ത് ചെന്ന് ഞാനൊരു ബൈബിൾ വാങ്ങിയത്. എന്നാൽ നമ്മുടെ എല്ലാം വീടുകളിൽ ഇന്ന് ഒന്നല്ല പല ബൈബിളുകളുണ്ട്. പക്ഷെ പലരും വർത്തമാന പത്രം വായിക്കുന്ന അത്രയും സമയം പോലും ബൈബിൾ വായിക്കാറില്ല. അഥവാ വായിച്ചാലും പ്രഭാത പ്രാർത്ഥനയിലോ സന്ധ്യാപ്രാർത്ഥനയിലോ ഒരധ്യായമോ ഒരു പാരഗ്രാഫോ ആരെങ്കിലും ഒരാൾ അങ്ങ് വായിച്ച് വിടുകയാണ്. വായിച്ച് വിടുകയല്ല ചെയ്യേണ്ടത്, വായിച്ച് പിടിക്കണം. ഹലോ, ഏറ്റവും എളുപ്പമായി ദൈവത്തെ മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനം കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുതിയത് കൊണ്ട് പലപ്പോഴും വായിച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥനയോടുകൂടെ വായിച്ചാൽ പരിശുദ്ധാത്മാവ് റെവലേഷൻസ് അല്ലെങ്കിൽ വെളിപാടുകൾ തന്നുകൊണ്ടിരിക്കും. ഇതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തേത്, ദൈവത്തെ അനുഭവിച്ചറിയുവാൻ രണ്ടാമത്തെ ഒരു മാർഗമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന സത്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അവൻ നമ്മെ സകല സത്യങ്ങളിലും വഴി നടത്തും എന്ന് മാത്രമല്ല, കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയുന്നത്. ദ ഹോളി സ്പിരിറ്റ് നോസ് ദ ഡെപ്ത് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയാം. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഒരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. വലത്തെ കൈ നെഞ്ചിൽ വയ്ക്കുക, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഒരു ജീവിതം എനിക്ക് നൽകണമേ. ഒന്നുകൂടെ പറയാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഒരു ജീവിതം എനിക്ക് നൽകണമേ. ഹല്ലേലൂയ. ഒന്നാമത് ദൈവത്തിൻ്റെ വചനം, രണ്ടാമത് ദൈവത്തിൻ്റെ ആത്മാവ്, മൂന്നാമത് ദൈവത്തെ അറിയുവാനുള്ളത് എക്സ്പീരിയൻസസ്, നമ്മുടെ അനുഭവങ്ങൾ. ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടായി. ഇവിടെ ചില സാക്ഷ്യങ്ങൾ, കോരിത്തെരിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടത്. അന്നനാളത്തിന് ക്യാൻസർ വന്ന് എല്ലാം തകർന്നു എന്ന് പറഞ്ഞ മനുഷ്യനാണ് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ ഇവിടെ പാടിയത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ദൈവം മനസ്സലിവുള്ളവനാണ്. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. നമ്മുടെ ദൈവം കരുണ കാണിക്കുക മാത്രമല്ല, മനസ്സലിവ് തോന്നുക മാത്രമല്ല, സൗഖ്യമാക്കാൻ അവന് ശക്തിയുള്ളവനാണ്. ഇങ്ങനെ ദൈവത്തെ അനുഭവങ്ങളിലൂടെ അറിയുന്നു, അവരവരായി അറിയുന്നു. അടുത്ത മാർഗം, മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യങ്ങൾ, മറ്റുള്ളവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ. എല്ലാ ദിവസവും കേൾക്കുന്ന മിറക്കിൾസ് ടുഡേ ടെസ്റ്റിമോണീസ്. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞ ദൈവവചനം, രണ്ടാമത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, 3 നമ്മുടെ അനുഭവങ്ങൾ, 4
മറ്റുള്ളവരുടെ അനുഭവങ്ങൾ. അതുകൂടാതെ മറ്റൊന്ന് ത്രൂ നേച്ചർ. റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം ദൈവത്തെ വർണ്ണിക്കുന്നു. ഒരു പച്ച ഇലയെടുത്താൽ, ഒരു പച്ച പുല്ലെടുത്താൽ, ഒരു പൂമ്പാറ്റയെ എടുത്താൽ, ഏതെങ്കിലും ഒരു പുഷ്പത്തെ എടുത്താൽ, ഒരു വൃക്ഷത്തെ എടുത്താൽ, മല, പർവ്വതങ്ങൾ, പുഴകൾ, സമുദ്രങ്ങൾ, നീലാകാശം, ഇതെല്ലാം ദൈവത്തിൻ്റെ കരവേലയെ, ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. പ്രപഞ്ചം, ദ ക്രിയേറ്റഡ് യൂണിവേഴ്സ് നറേറ്റ്സ്, ഡിസ്ക്രൈബ്സ്, പ്രൈസസ് ദ ക്രിയേറ്റർ. പക്ഷേ ശരിയായ ജ്ഞാനമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നേച്ചർ, ഈ നേച്ചറിലൂടെ നമുക്ക് മനസ്സിലാകും. ഹൗ ടു ഹാൻഡിൽ ചാലഞ്ചസ്. നമ്പർ 1, ദൈവത്തെ അറിയണം. ദൈവത്തെ അറിഞ്ഞാൽ നമുക്ക് വെല്ലുവിളികളെ നേരിടാൻ എളുപ്പമാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ അറിവില്ലാത്തവർ ചെറിയൊരു പ്രശ്നത്തിൽ തകർന്നു പോകും. എന്നാൽ ദൈവമുള്ളവർ, ദൈവത്തെ അറിയാവുന്നവർക്ക് വമ്പൻ പ്രശ്നം വന്നാലും, 46-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, പർവ്വതങ്ങൾ ഇളകി സമുദ്രമധ്യത്തിൽ വീണാലും ഭൂമി കുലുങ്ങിയാലും അവർ ഭയപ്പെടുകയില്ല. കാരണം ദൈവം അവരുടെ സങ്കേതവും ബലവുമാണ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായി? ഒരു ഭീകരമായ പ്രശ്നം വന്നാലും അവർ പകച്ചു പോകുകയില്ല. കാരണം എന്താ? ദൈവത്തെ അവർക്കറിയാം. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. എബ്രായ ലേഖനം 11:6 വചനം പറയുന്നു, ആൻഡ് വിതൗട്ട് ഫെയ്ത്ത് it is impossible to please God, because anyone who comes to him must believe that he exists and that he rewards those who earnestly seek him. അതിൻ്റെ മലയാളം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. അടുത്തത്, തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടത്. പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കണം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്നിരിക്കുന്ന ജനക്കൂട്ടത്തോട് ഞാൻ പറയുക, നമ്പർ 1, ദൈവം ഉണ്ട് എന്നുള്ളിൽ വിശ്വസിക്കണം. 2, ദൈവത്തെ അന്വേഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്ന് രാവിലെ മുതൽ ഇരുന്നതിന് ഒരു പ്രതിഫലം ദൈവം തരുമെന്ന് ഉള്ളിൽ വിശ്വസിക്കണം. ആർക്കും ദൈവം പ്രതിഫലം നൽകാതിരിക്കുകയില്ല. 100 രൂപ കൊടുത്ത് 60 രൂപയ്ക്കൊരു സാധനം കടയിൽ നിന്നും വാങ്ങിയാൽ 40 രൂപ തിരിച്ചു തരുമ്പോൾ, ആ 40 രൂപ നമ്മുടെ പൈസ തന്നെയാണ്. തിരിച്ചു തരുമ്പോൾ നമ്മൾ താങ്ക് യു പറയും. ശരിയാണോ? നമ്മുടെ പൈസ തന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇത് സംസ്കാരം നമുക്കുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ അധികം പ്രതിഫലം നൽകുന്ന നന്ദിയുള്ളവനാണ് നമ്മുടെ ദൈവം. അതിനേക്കാൾ എത്രയോ അധികം. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഒരു പാത്രം തണ്ണീർ, ഒരു പാത്രം വെള്ളം എൻ്റെ നാമത്തിൽ ആർക്കെങ്കിലും കൊടുത്താൽ ആ വ്യക്തിക്ക് പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല. അർത്ഥം, പ്രതിഫലം നിശ്ചയമായും ലഭിച്ചിരിക്കും എന്ന് വെച്ചാൽ അത്രയ്ക്ക് മൈന്യൂട്ടായ കൊച്ചു കാര്യങ്ങൾ പോലും കണ്ടെത്തി പ്രതിഫലം നൽകുന്ന, സമ്മാനങ്ങൾ നൽകുന്നവനാണ് സ്വർഗത്തിലെ നമ്മുടെ പിതാവ്. യേശുവിന് വേണ്ടി ആര് എന്ത് ചെയ്താലും, ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്താൽ പോലും ഓർക്കണം, അതിനു വേണ്ടി എണ്ണി നോക്കി, ആളെ നോക്കി ദൈവം പ്രതിഫലം കൊടുത്തിരിക്കും. മനസ്സിലായവർ ഹല്ലേലൂയ പറഞ്ഞാൽ, കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന വ്യക്തി ദൈവമുണ്ടെന്നറിയണം. അവനെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നവനാണ്. കൈകൾ ഉയർന്നിരിക്കുമ്പോൾ തന്നെ ആ കൈകൾ ചേർത്തടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഒരു പ്രശ്നം വരുമ്പോൾ പലപ്പോഴും മനസ്സിനെ അത് ഹേമിക്കും.
പലരുടെയും ധൈര്യം ചോർന്നു പോകും. ഹലോ, ഇന്നലെ ഒരു പ്രശ്നം കേട്ട ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. കേട്ടപ്പോൾ തന്നെ കൈയും കാലും അങ്ങ് തണുത്തു പോകുന്നു. തോന്നിയിട്ടുണ്ടോ? കൈയും കാലും മരവിച്ചു പോകുന്നു, തളർന്നു പോകുന്നു. ചില ന്യൂസ് കേൾക്കുമ്പോൾ, ബാഡ് ന്യൂസ് കേൾക്കുമ്പോൾ നമ്മളങ്ങ് കുഴഞ്ഞു പോവുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു എന്ന വാർത്ത കേട്ട് കുഴഞ്ഞു വീണ് മരിച്ചിട്ടുള്ളവരുണ്ട്. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ എന്തോ ഷോക്കിംഗ് ന്യൂസ് കേട്ട് കുഴഞ്ഞു വീണ് മനുഷ്യർ മരിക്കും. അത്രയേ പലരുടെയും മെൻ്റൽ കപ്പാസിറ്റി ഉള്ളൂ. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, സാഹചര്യങ്ങളെ ദൈവം എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് മെൻ്റൽ ഇമോഷണൽ ബാലൻസ് നൽകും. മനസ്സിലാവുന്നുണ്ടോ? പിടിച്ചു നിൽക്കാൻ, സമതുലിതാവസ്ഥയിൽ മാനസിക ഒരു സന്തുലനത്തോടോ മനസാന്നിധ്യത്തോടെ പിടിച്ചു നിൽക്കാൻ ദൈവം നമുക്ക് കൃപ നൽകും. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. പറഞ്ഞേ, പ്രശ്നങ്ങളെ നേരിടാൻ ഒന്നാമത് വേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. 2, ദൈവത്തിലുള്ള വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ. വിശ്വാസത്തെ ഡെയിലി എന്ത് ചെയ്യണം? പണിതെടുക്കണം, ബിൽഡ് ചെയ്ത് വളർത്തിയെടുക്കണം. ദൈവത്തിൽ വിശ്വാസമുള്ള ആളുകൾക്ക് ഒരു കാര്യം അറിയാം, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം സകലവും നിയന്ത്രിക്കുന്നു. ദൈവത്തെ കാണാൻ സാധ്യമല്ല, ദൈവം അദൃശ്യനാണ്, ദൈവം ആത്മാവാണ്. പക്ഷേ എല്ലാറ്റിൻ്റെയും പുറകിൽ ദൈവത്തിൻ്റെ വിരലുകൾ ചലിക്കുന്നുണ്ട്. ഈ സമയത്ത് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ. വലിയ നിരാശയിലും ഭയങ്ങളിലും പ്രയാസങ്ങളിരിക്കുന്നവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വളരെ സ്പെസിഫിക്കായി ഞാൻ കാണുന്ന എൻ്റെ ആത്മാവിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, പല ഭവനങ്ങളിലും വളരെ നിരാശയിൽ, അതുപോലെ മാനസികമായ സമനില തെറ്റുന്നത് പോലെ മാനസികമായ രോഗത്തിലോ പ്രയാസങ്ങളിലോ മൂഡ് സ്വിങ്സിലൊക്കെ ആയിരിക്കുന്ന, ബൈപോളാർ നേച്ചറിലൊക്കെ ആയിരിക്കുന്ന വ്യക്തികൾ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേലൊരു സൗഖ്യം വന്നു ചേരട്ടെ. അതുപോലെ ഹാർട്ടിൻ്റെ തകരാറുകൾ, ഒരുപക്ഷെ ഹാർട്ടിൻ്റെ വാൽവുകളിലെ ബ്ലോക്കോ, ഹൃദയമിടിപ്പിൻ്റെ നിരക്ക് കുറഞ്ഞു പോയതോ കൂടിപ്പോയതോ, അങ്ങനെ പാൾപിറ്റേഷനാകാം. യേശുവിൻ്റെ നാമത്തിൽ ഹാർട്ടിനോട് ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. 1, 2 പല പ്രാവശ്യമോ ഹാർട്ട് അറ്റാക്ക് വന്നവർ യേശുവിൻ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്ന ആ പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. അപസ്മാരം പൂർണ്ണമായും സൗഖ്യമാകട്ടെ. അതുപോലെ അലർജികൾ, പലതരത്തിലുള്ള അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത് സ്കിന്നിലുള്ള അലർജിയാകാം, ഭക്ഷണം കഴിക്കുമ്പോഴോ മരുന്ന് കഴിക്കുമ്പോഴോ സോപ്പ് എടുക്കുമ്പോഴോ അതുമല്ലെങ്കിൽ പൊടിപടലങ്ങളുള്ളപ്പോഴൊക്കെ ഏത് അലർജിയാണെങ്കിലും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ അലർജി മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പാൻക്രിയാറ്റിക് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പാൻക്രിയാസ് സൗഖ്യമാകും. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ മാറട്ടെ. കുട്ടികളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം തന്നെ കർത്താവേ അങ്ങയുടെ ശക്തി അവരുടെ ശരീരങ്ങളിൽ പ്രവേശിച്ച് അത്ഭുതകരമായ വിടുതലുകൾ കർത്താവെ നൽകണമേ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും പ്രയാസം എന്താണെങ്കിലും എന്നോട് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക. യേശുവിൻ നാമത്തിൽ കർത്താവെ നിഷ്കളങ്കമായ വിശ്വാസത്തെ അങ്ങ് മാനിച്ച് കർത്താവ് ഓരോരുത്തരെയും വിടുവിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഈ ആഴ്ചയുടെ അവസാനം എന്ന് വെച്ചാൽ ഈ വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുന്ന
ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായും വരണം, കുടുംബമായി വരണം, സുഹൃത്തുക്കളൊക്കെ കൂട്ടിക്കൊണ്ടുവരിക. കർത്താവ് ഒത്തിരി നിങ്ങളെ അതിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിലരോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയുക. അവർക്ക് ഒരു അനുഗ്രഹമായി നിങ്ങൾ മാറുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ ചാനലിൽ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേൽ മക്കളിൽ തോൾ മുതൽ പൊക്കം കൂടിയ കോമളനായ പുരുഷനാര്? ഹൂ വാസ് ഹാൻസം ആൻഡ് ടോളർ ഫ്രം ഹിസ് ഷോൾഡേഴ്സ് ദാൻ എനി ഓഫ് ദി ഇസ്രായേലൈറ്റ്സ്? ഓപ്ഷൻസ്: എ ശൗൽ, ബി അബ്ശാലോം, സി യോനാഥാൻ, ഡി അബ്നേർ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ആയൻ ബുക്സ് ആണ്.